ഹായ് എവ്രിവൺ, ഞാൻ അഫ്ന. ഞാൻ മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മങ്കടയിലാണ് എൻ്റെ വീട്. ഞാനിപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് തിരുവനന്തപുരം, അതായത് ഐസർ തിരുവനന്തപുരത്ത് എൻ്റെ BSMS കംപ്ലീറ്റ് ചെയ്തു വിത്ത് കെമിസ്ട്രി ആസ് മൈ മേജർ. അപ്പോൾ ഞാൻ എൻ്റെ കോളേജുകളിൽ എടുത്തത്, അതായത് ഐസർ പഠിക്കുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര്, എൻ്റെ റിലേറ്റീവ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, നൈബേഴ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെയാ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ പറയും ഐസറിലാണ് BSMS പഠിക്കുന്ന സമയത്ത് പറയുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു ഐസറിൽ അതെന്താ ISR ആണോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആണോ, അല്ലെങ്കിൽ BSMS പറയുമ്പോൾ എന്താ സിദ്ധയാണോ അല്ലെങ്കിൽ ആയുർവേദാണോ, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ ഈ BSMS എന്ന് പറയുന്നത് ഐസേഴ്സ് ഓഫർ ചെയ്യുന്ന ഒരു 5-year കോഴ്സാണ്. അപ്പൊ അതിൽ നമ്മൾ ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് MS, അതായത് BS ഉം MS ഉം കൂടെ കംപ്ലീറ്റ് ചെയ്യും വിത്ത് 1 year റിസർച്ചും ഉണ്ടാവും. അതാണ് BSMS എന്ന് പറയുന്നത്. ഇനി എൻ്റെ +2 അല്ല മീൻസ് എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൈസ്കൂളൊക്കെ കംപ്ലീറ്റ് ചെയ്തത് നമ്മുടെ മങ്കടയിൽ തന്നെയുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലാണ്, ഗവൺമെന്റ് ഹൈസ്കൂൾ മങ്കടയിലാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ് സിലബസിൽ 8th സ്റ്റാൻഡേർഡ് മുതലാണ് ഈ സയൻസിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി എന്ന് പറഞ്ഞ ഡിവിഷൻ വരുന്നത്. അപ്പോൾ 8th സ്റ്റാൻഡേർഡ് മുതൽ എനിക്ക് ഈ കെമിസ്ട്രീനോട് ഭയങ്കര ഇഷ്ടക്കൂടുതലുണ്ടാകും. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ എൻ്റെ ഉപ്പാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. കാരണം എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് ഞാൻ പഠിച്ച സെയിം സ്കൂളിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ മങ്കടയിൽ എൻ്റെ കെമിസ്ട്രിയുടെ സാറായിരുന്നു. 9th ഉം 10th എന്നെ കെമിസ്ട്രി പഠിപ്പിച്ചത് എൻ്റെ ഉപ്പ. അപ്പോൾ അതുകൊണ്ടാകാം എന്തുകൊണ്ടോ എനിക്ക് കെമിസ്ട്രീനോട് ഇഷ്ടം കൂടുതലായിരുന്നു. അതുപോലെ തന്നെ സയൻസ് സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അതായത് മാത്സ്, ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി. ആ സബ്ജക്റ്റ് ഒക്കെ എനിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകളായിരുന്നു. ആൻഡ് സോഷ്യൽ സയൻസ്, ലാംഗ്വേജ് സബ്ജക്ട്സ് അതൊരിക്കലും എനിക്ക് എന്തുകൊണ്ടും എനിക്ക് പറ്റൂലായിരുന്നു. സോഷ്യൽ സയൻസ് ഒന്നും എൻ്റെ സബ്ജക്റ്റേ അല്ലായിരുന്നു. അപ്പോൾ തീർച്ചയായും ഞാൻ 10th കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും സയൻസ് എനിക്ക് ഇഷ്ടമുള്ളൂ, അതിൽ തന്നെ കെമിസ്ട്രിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാൻ ചൂസ് ചെയ്തത് സയൻസ് ആയിരുന്നു. അപ്പോൾ സയൻസ് ചൂസ് ചെയ്തു. അങ്ങനെ +1 +2 കഴിഞ്ഞു. പിന്നെ എല്ലാ സയൻസ് ചൂസ് ചെയ്ത +1 +2 സയൻസ് ചൂസ് ചെയ്ത എല്ലാവരും തീരുമാനിക്കുന്ന പോലെ ഞാൻ തീരുമാനിച്ചു എൻട്രൻസ് എഴുതാം. അങ്ങനെ എൻട്രൻസ് എഴുതി, നീറ്റ് എഴുതിയായിരുന്നു, കീം എഴുതിയായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഐസറിന്റെ എൻട്രൻസും അങ്ങനത്തെ കുറച്ച് എൻട്രൻസുകളൊക്കെ എഴുതി. എനിക്ക് നീറ്റ് ആയിരുന്നു ഞാൻ ഫോക്കസ് ചെയ്തിരുന്നെങ്കിലും നീറ്റിൽ കുറച്ച് റാങ്ക് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി ഐസറിന്റെ റിസൾട്ട് ഒക്കെ കാത്തിരുന്നു. അപ്പോൾ ഐസറിന്റെ റിസൾട്ട് വന്നപ്പോൾ അതിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത റാങ്ക് ഉണ്ട്. ആൻഡ് ഐസർ ട്രിവാൻഡ്രം തന്നെ, എൻ്റെ ഫസ്റ്റ് ഓപ്ഷനായ ഐസർ ട്രിവാൻഡ്രം തന്നെ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എനിക്ക് ഐസറിനെ കുറിച്ച് അത്ര ഐഡിയ അല്ലായിരുന്നു. മീൻസ് അവിടെ എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ആയിട്ട് പരിശ്രമിച്ച് പോയതല്ല. ഞാൻ ഫോക്കസ് ചെയ്തിരുന്ന നീറ്റ് ആയിരുന്നെങ്കിലും ഐസറിൽ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഐസർ എന്ന് പറയുന്നത് നല്ലൊരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, സയൻസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എഞ്ചിനീയേഴ്സ്, IIT പറയുന്ന പോലെയാണ് സയൻസ് കുട്ടികൾക്ക് ഐസർ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഐസർ പോവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഐസർ പോകുന്നത്. ഐസർ പോകുന്ന സമയത്ത് എനിക്ക് 5-year കോഴ്സ് ആണെന്നും BSMS ആണെന്നും കോഴ്സൊന്നും അതിൽ നമുക്കൊരു സയൻസ് സബ്ജക്റ്റ് എടുത്തിട്ട് പഠിക്കാം, അങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ അധികം ഞാൻ കിട്ടിയതിനു ശേഷം കുറെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കുറെ പഠിച്ചെങ്കിലും എനിക്ക് അത്ര കുറേ ഒന്നും ഐഡിയാസ് എന്താണ് അവിടെ ഏതൊക്കെയാണ് പഠിക്കേണ്ടി വരിക അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ അവിടെ പോയി. പിന്നെ അവിടെ നമ്മുടെ സീനിയേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോഴാണ് അവിടെ ആദ്യത്തെ 2 വർഷം നമ്മുടെ എല്ലാ സബ്ജക്റ്റും, അതായത് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സും ഹ്യൂമാനിറ്റീസും അതൊക്കെ പഠിക്കേണ്ടി വന്നിട്ട് ആദ്യത്തെ 2 വർഷം. അതിന്റെ കൂടെ നമുക്ക് അതിന്റെയൊക്കെ ലാബ് സെഷൻസും ഉണ്ട്. അങ്ങനെ 2 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് നമ്മുടെ മേജർ ആയിട്ട് എടുക്കും. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മളൊരു മൈനർ കൊടുക്കും. എന്നിട്ട് 3rd year 4th year നമ്മൾ അതാണ് പഠിക്കുന്നത്. 5th year നമുക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 വർഷം നമ്മളെല്ലാം പഠിച്ചു. പിന്നെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ഐസർ തിരുവനന്തപുരത്ത് തന്നെ ഒരു ലാബിൽ ഇന്റേൺഷിപ്പ് ചെയ്തു ഇൻഓർഗാനിക് കെമിസ്ട്രി. ആൻഡ് അതിന് പക്ഷെ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വർക്കൊന്നും ഉണ്ടായില്ല. കാരണം ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് വരുന്ന കുഞ്ഞി പിള്ളേരാണല്ലോ, അപ്പൊ അധികവും നമ്മളെ കൊണ്ട് അത്ര വർക്കൊന്നും ചെയ്യിച്ചില്ല. എന്റെ 2nd ഇയറിൽ ഇന്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ, എനിക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലാണ് എനിക്ക് എന്റെ പ്രൊജക്ട് ചെയ്യേണ്ടത്. ഓർഗാനിക് കെമിസ്ട്രിയാണ് എനിക്ക് കുറച്ചുകൂടെ താല്പര്യം എന്ന് മനസ്സിലായി. കാരണം ഫസ്റ്റ് ഇയറിന് ശേഷം ഞാൻ ഇൻഓർഗാനിക്കിലാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്. സെക്കൻഡ് ഇയറിൽ ഞാൻ ഓർഗാനിക്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ 3rd ഇയറിൽ ഞങ്ങള് സെക്കൻഡ് ഇയറിന്റെ അവസാനം ഓപ്റ്റ് ചെയ്യും ഏത് സബ്ജക്റ്റാണ് നമുക്ക് മേജർ ആക്കി എടുക്കേണ്ടതെന്നും ഏതാണ് നമ്മളുടെ മൈനർ ആക്കി എടുക്കേണ്ടതെന്നും നമ്മൾ ഓപ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ കയറുമ്പോൾ തന്നെ തീരുമാനിച്ചായിരുന്നു ഞാൻ കെമിസ്ട്രിയാണ് മേജർ എടുക്കുന്നതെന്ന്. അങ്ങനെ കെമിസ്ട്രി മേജർ എടുത്തു. എന്റെ മൈനറായി ഞാൻ എടുത്തത് ഫിസിക്സ് ആയിരുന്നു. അങ്ങനെ 3rd ഉം 4th ഇയർ നമ്മൾ കൂടുതലും മേജർ സബ്ജക്റ്റ് കുറെ ഒരു 5 കോഴ്സസും
ഒരു മൈനർ സബ്ജക്റ്റ് അങ്ങനെ ഉള്ള രീതിയിൽ നമ്പർ ഓഫ് കോഴ്സസ് മാറും നമുക്ക് ഓരോ സെമിസ്റ്ററിലും. കൂടുതലും മേജർ സബ്ജക്റ്റും ഒരു മൈനർ കോഴ്സും അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും അങ്ങനെയായിരുന്നു. ആൻഡ് ഐസറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഐസർ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അതായത് നമ്മുടെ ബാച്ച് ഫസ്റ്റ് 2 ഇയേഴ്സ് ഞങ്ങളുടെ ബാച്ചിൽ 200+ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന, ലൈക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി, നമ്മൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഒക്കെ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ ഫാക്കൽറ്റീസിനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി ഫാക്കൽറ്റീസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്ത് ചോദിച്ചാലും നമുക്ക് പറഞ്ഞു തരാൻ എല്ലാം നല്ല ഭയങ്കര സപ്പോർട്ടീവായ ഫാക്കൽറ്റീസ് ആയിരുന്നു. നമുക്ക് എന്തോ അവരോട് ഫ്രീ ആയിട്ട് ചോദിക്കുക, അവരെല്ലാം പറഞ്ഞുതരും. എല്ലാ സമയവും അവൈലബിൾ ആണ് അവര്. കാരണം അതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ്, ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആയതുകൊണ്ട് ഫാക്കൽറ്റീസ് പോലും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവര് അവരുടെ ലാബും അവിടെ കയറുന്നതുകൊണ്ട് അവര് മിക്കവാറും ഏകദേശം ഒരു 24 hours അടുത്ത് അവിടെ ഉണ്ടാവും. ലൈക്ക് രാത്രി 3 മണിക്കൊക്കെ പോയി, 11 മണിക്ക്, അങ്ങനെ ഒരുവിധം എല്ലാ സമയവും അവിടെ ഉണ്ടാവും. ഫാക്കൽറ്റീസ് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവരോട് ചെന്നിട്ട് ഡൗട്ട് ചോദിക്കാനാണെങ്കിലും എന്തിനും അവര് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അവരുടെ ടീച്ചിങ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് IIT, IISER, IISc അങ്ങനത്തേലൊക്കെ നമുക്ക് അടിപൊളി ഫാക്കൽറ്റീസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും ഞങ്ങൾക്ക് കുറെ നല്ല കെമിസ്ട്രി ഫാക്കൽറ്റീസ് വന്ന് പഠിപ്പിച്ചു. ആൻഡ് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലാബ്, ഓർഗാനിക് ലാബും ഇൻഓർഗാനിക് ലാബും ഫിസിക്കൽ ലാബും അങ്ങനെയൊക്കെ ലാബുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ തേർഡ് ഇയറിലും ഫോർത്ത് ഇയറിലും നമുക്ക് കൊറോണ വന്നതുകൊണ്ട് നമ്മുടെ ഇന്റേൺഷിപ്പ് നടന്നില്ല. കാരണം നമ്മളൊക്കെ ലോക്ക്ഡൌൺ ആയി വീട്ടിലായിരുന്നു. കുറെ ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ആയാലും അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ ഇത്ര ഡിലേ ഇല്ലാണ്ട് നമ്മുടെ സമയത്തിന് എക്സാം നടത്തിയിട്ടും ഐസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഡിലേ നടത്തിയിട്ടില്ല. അതായത് നമ്മൾ വീട്ടിൽ വിട്ട് കുറച്ച് മാസത്തിന് കൊണ്ട് തന്നെ ഒരു മാസം ഗ്യാപ്പ് അവര് ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയും പറയുന്ന സമയത്ത് എക്സാം നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഡിലേ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ക്ലാസ്സസിന്റെ കാര്യത്തിലാണ് അവര് എപ്പോഴും മീൻസ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ അവരെപ്പോഴും ഭയങ്കര ഇതാണ്, സന്നദ്ധത കാണിക്കും. അപ്പോ കൊറോണ കാലഘട്ടത്തിലും അത്ര ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളുടെ വീട്ടിലെ നെറ്റ് ഇഷ്യൂ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയെന്നല്ലാണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊക്കെയായിരുന്നു ഐസറിൽ എന്ന് പറയുന്നത്. പിന്നെ ഫിഫ്ത് ഇയറിൽ ഞങ്ങൾക്ക് ഫുൾ പ്രൊജക്ട് ചെയ്യും. അപ്പോൾ ഫിഫ്ത് ഇയറിൽ ഞങ്ങൾ വിചാരിച്ചു ഫിഫ്ത് ഇയർ എത്തുമ്പോൾ ഓക്കെ നമുക്ക് ക്ലാസ്സസ് അറ്റൻഡൻസ് ഒന്നുമില്ല, ഭയങ്കര സുഖമാവും വിചാരിച്ചു. പക്ഷെ അതല്ല, ഫിഫ്ത് ഇയറിൽ പ്രൊജക്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഹെക്ടിക് തന്നെയാണ്. ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നത് ഓർഗാനിക് സിന്തസിസിലായിരുന്നു. കാരണം നമുക്ക് ഫോർത്ത് ഇയറിന്റെ അവസാനം ചൂസ് ചെയ്യാം നമുക്ക് ഏത് ഫാക്കൽറ്റീസിന് വേണം, ഏത് സബ്ജക്റ്റിലാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മളാണ് ലാബ് ഓപ്റ്റ് ചെയ്യേണ്ടത്, എന്നിട്ടാണ് അവർ അലോട്ട് ചെയ്യുക. അങ്ങനെ ഞാൻ ചൂസ് ചെയ്തിരുന്നത് ഓർഗാനിക് സിന്തസിസ് ലാബ് ആയിരുന്നു. അപ്പോൾ ഓർഗാനിക് സിന്തസിസിൽ നമുക്കറിയാം ഓർഗാനിക് സിന്തസിസ് നല്ല പണി ഉള്ളതാണ്. അല്ല, എല്ലാത്തിനും പണിയുണ്ട്, പക്ഷെ സിന്തസിസ് നല്ല പണിയുള്ളതാണ്. നമുക്ക് കോളം ചെയ്യാനുണ്ടാവും, റിയാക്ഷൻസ് വെക്കാനുണ്ടാവും, സിന്തസൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് വെക്കാനുണ്ടാവും, കോളംസ് കുറെ ഉണ്ടാവും, കോളംസ് ഹവേഴ്സ് ആൻഡ് ഹവേഴ്സ് റൺ ചെയ്യുന്ന കോളംസ് ഉണ്ടാവാം. അപ്പൊ അതൊന്നും വിട്ടിട്ട് നമുക്ക് പോരാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഹെക്ടിക് ആയിരുന്നു ഫിഫ്ത് ഇയർ എന്ന് പറയുന്നത്. പക്ഷെ ആ സമയത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടയറിംഗ് ആയി തോന്നിയെങ്കിലും ഒരുപാട് നല്ല പോസിറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഫിഫ്ത് ഇയർ പ്രൊജക്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ലാബിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഒരു സാറിന്റെ PhD സ്റ്റുഡൻസ് അവരുടെ കൂടെയാണ് നമ്മൾ മേജർ പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ടീം പ്ലെയർ ആയി മാറും. കാരണം അവര് ഒരു നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ എബിലിറ്റി കൂടും. അപ്പൊ നമ്മളൊരു ടീം പ്ലെയർ ആയി മാറും. അതൊരു നല്ല സ്കില്ലാണ്. ആ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയാലും ഇനി അല്ലെങ്കിൽ അവര് നമുക്ക് ഓരോ പേപ്പറും കാര്യങ്ങളും റിസർച്ച് ആർട്ടിക്കിൾസും പേപ്പേഴ്സും ഒക്കെ വായിക്കാൻ തരും. അപ്പൊ നമ്മളുടെ തിങ്കിങ് എബിലിറ്റി ഒക്കെ കൂടും. അപ്പൊ നമുക്ക് ക്രിയേറ്റീവായി തിങ്ക് ചെയ്യാനും നമുക്ക് സയന്റിഫിക്കലി ഒക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു റിയാക്ഷൻ ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഈ നിങ്ങളത് വല്ല ബുക്കിൽ നോക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര മൈൻഡിൽ നിൽക്കാൻ ചാൻസ് ഇല്ല. ലൈക്ക് ഓർഗാനിക് പോലെ കുറെ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ ഓക്കെ വായിച്ച് ഓർക്കാന്ന് വിചാരിക്കും, കുറച്ചു കാലം നമുക്ക് ഓർമ്മ ഉണ്ടാവും, പിന്നെ ചോദിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അതുപോലെയല്ല നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ റിയേജൻസ് ആണ് നമ്മൾ ആഡ് ചെയ്ത്
ഏതൊക്കെ ടൈമിലാണ് എന്തൊക്കെയാണ് കണ്ടീഷൻ കൊടുത്തത് എന്നൊക്കെ നമുക്ക് നല്ലപോലെ ഓർമ്മ ഉണ്ടാകും നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ. അങ്ങനെയൊക്കെ കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ട് ഫിഫ്ത് ഇയർ പ്രൊജക്ട് കൊണ്ട്. പിന്നെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം സബ്ജക്ട് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് കുറെ തിയറി പഠിക്കാനുണ്ട്, പ്രാക്ടിക്കൽ സൈഡും കുറെ ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലാബിൽ നേരിട്ട് കാണാൻ പറ്റും. ലൈക്ക് നമ്മളിപ്പോൾ ഓർഗാനോലിഥിയത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓർഗാനോലിഥിയം കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് പൈറോപോറിക് ആണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ നമുക്ക് അത് അതെങ്ങനെയാണ് അത് എന്താണ് മോയ്സ്ചർ സെൻസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിലാണ് റിയാക്ഷൻ വെക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്യും. ലൈക്ക് നമ്മൾ ഒരു ഇനേർട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഓർഗാനോലിഥിയൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെ. അതൊക്കെ നമുക്ക് തിയറി പഠിക്കുമ്പോൾ തിയറി പഠിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും ഈ പ്രാക്ടിക്കൽ ചെയ്യും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫിഫ്ത് ഇയർ പ്രൊജക്ട് കൊണ്ടുണ്ടായ ഉപകാരങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഫിഫ്ത് ഇയർ നമുക്ക് നമ്മുടെ ലാബിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ടാവും. ലൈക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ തിങ്കളാഴ്ച ഗ്രൂപ്പ് മീറ്റിംഗിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത വർക്ക് എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ റിയാക്ഷൻ എന്തൊക്കെയാ ചെയ്തത് എന്നൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവും ഗ്രൂപ്പ് മീറ്റിംഗിൽ. അപ്പൊ നമുക്ക് പ്രസന്റേഷൻ സ്കില്ല്, നമ്മളുടെ പ്രസന്റിങ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യും നല്ലപോലെ. ഇത് ഞാനൊക്കെ ആദ്യം നല്ല പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. ലൈക്ക് എനിക്ക് സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. പിന്നെ അവസാനത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു എല്ലാ ആഴ്ചയും ഇങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്റ്റേജ് ഫിയർ കുറഞ്ഞു വരും. തന്നെയാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോ അതൊക്കെയായിരുന്നു എന്റെ ഐസറിന്റെ ജേണി എന്ന് പറയുന്നത്. അതാണ് എന്റെ ഇപ്പോ ഐസറിന് ശേഷം ഞാൻ ഇപ്പോ ഇവിടെ പ്രിപ്വൈസിലെ UG+ലെ കെമിസ്ട്രിയുടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഞാനിപ്പോ ഏതെങ്കിലും നല്ലൊരു ഇന്ത്യയുടെ പുറത്ത് ഏതെങ്കിലും നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ PhDക്കായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതെന്റെ അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെയാണ് എന്റെ ജേണി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ